നമുക്ക് സിറാത്ത് പാലത്തിന് മുകളിൽ ഒരു വാഹനം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്, അള്ളിമു ലഹായാക്കും ഫൈന അല സിറാത്തി മത്തായാക്കും. നിങ്ങൾ ഉളുഹിയത്തിന് മൃഗങ്ങളെ ബഹുമാനിക്കൂ, അത് നിങ്ങൾക്ക് സിറാത്ത് പാലത്തിന് മുകളിൽ വാഹനമാകും എന്നാണ് ഹദീസിലുള്ളത്. ഉളുഹിയത്ത് ശക്തിയായ സുന്നത്താണ്, നിർബന്ധമാണെന്ന് പറയുന്ന മദ്ഹബ് വരെയുണ്ട്. ഉളുഹിയത്ത് കഴിവുള്ളവർക്ക്, ഹജ്ജിന് പോകാത്ത നമ്മളൊക്കെ ഇവിടുന്ന് പ്രധാനമായും ചെയ്യുന്ന ഒരു അമല് കൂടിയാണത്. ഇബ്രാഹിം അലൈഹി സ്വലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ തയ്യാറായപ്പോൾ പകരമായി അള്ളാഹു ആടിനെ ഇറക്കി കൊടുത്തത് സൂറത്ത് സഫാത്തിലുണ്ട്. ഫദൈനാഹു ബിദിബിഹിൻ അലീം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയത്ത് അറുത്തിട്ടുണ്ട്. 100 ഒട്ടകങ്ങളെ തയ്യാറാക്കുകയും 63 ഒട്ടകങ്ങൾ നബി തങ്ങളുടെ പുണ്യകരങ്ങൾ കൊണ്ട് തന്നെ അറക്കുകയും ബാക്കിയുള്ള മൃഗങ്ങളെ അറക്കാൻ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചതായി ഹദീസിൽ കാണാൻ കഴിയും. സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നബിയെ നിസ്കരിക്കൂ, അറിവ് നടത്തൂ. അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ? ളുഹർ നിസ്കരിച്ച് അറക്കോ? ഇല്ലല്ലോ. അപ്പൊ നിസ്കരിച്ചിട്ട് ഏതാണ് അറിവ്? വലിയ പെരുന്നാൾ നിസ്കാരമാണ്, പിന്നീട് ഉളുഹിയത്താണ്. ഈ സൂറത്തിന്റെ തഫ്സീൽ മുഫസ്സിരീൻ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഈ നിസ്കരിക്കൂ അറക്കൂ എന്ന് പറഞ്ഞതിൽ. അപ്പൊ ഖുർആനിന്റെ ആഹ്വാനവും ഉണ്ട് ഉളുഹിയത്തിനെന്ന് മനസ്സിലാക്കണം. ഈ പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മുടെ നാടുകളിലൊക്കെ സംഘടിത ഉളുഹിയത്ത് നടക്കുന്നുണ്ട്. വ്യക്തിപരമായി സ്വന്തമായി മൃഗത്തെ വാങ്ങി അറക്കാൻ കഴിയാത്തവർ മാട് പോലത്തതിൽ 7 പേർക്ക് വരെ ചേരാം. 8 ആവാൻ പറ്റില്ല. ആട് ഒരാൾക്ക് 1, പക്ഷെ 2 വയസ്സായിരിക്കണം, അയബില്ലാത്ത മൃഗമായിരിക്കണം. പിന്നെ ഈ മൃഗങ്ങളെ ബഹുമാനിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത്. അത് നമസ്കാരം കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞാൽ സമയം ആയി കഴിഞ്ഞു. അയ്യാമുത്ത് ശരീക്കിന്റെ അവസാനത്തെ മഗ്രിബ് വരെ സമയമുണ്ട്. പുണ്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കണം. താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.